കാണുന്നില്ല? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് FP ഗ്രോത്ത് അൽഗോരിതം ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. One is the main algorithm that is for generating frequent item set is one is a priori algorithm and next is FP growth algorithm, right? And what are the why we need another algorithm? So the main drawbacks of a priori algorithm is like it may need to generate a huge number of candidate item set, and if there are 10 raised to 4 frequent one item set, the a priori algorithm will need to generate more than 10 raised to 7 candidate item set. That means we have to generate too many candidate item sets here. So that is a problem. So if can we design a method that minus the complete set of frequent item set without candidate generation, that leads to another algorithm that is known as FP growth algorithm. Okay, so now we will see how we will generate FP growth, how we will find out the frequent item set by using FP growth algorithm. FP growth algorithm is an algorithm for mining frequent item set without candidate generation. Here it is adopting a divide and conquer strategy. Divide and conquer strategy. Here it is like it compresses the databases representing frequent item set into frequent pattern tree, or we will call it as FP tree. അപ്പോൾ ഈ FP ഗ്രോത്ത് അൽഗോരിതത്തിന്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ജനറേറ്റിംഗ് എൻ FP ട്രീ ആണ്. എന്താണ് ഈ FP ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രീക്വന്റ് പാറ്റേൺ ട്രീ എന്ന് പറയും നമ്മളതിനെ. Okay, so divide the compressed database into a set of conditional database, special kind of projected database, each associated with one kind item, that is pattern fragment. Mine each of the database separately and you will be able to find out the frequent item set. അപ്പോൾ അതെങ്ങനെയാണ് വരിക എന്നുള്ളതാണ് അടുത്ത കേസ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ അൽഗോരിതം. Okay, so next we are going to this is our and this is the frequent item set. So this is the question. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? You have to find out the frequency of each item set. നമുക്ക് തന്നിരിക്കുന്ന ഐറ്റം സെറ്റിൽ ഓരോന്നിന്റെയും ഫ്രീക്വൻസി കണ്ടുപിടിക്കില്ല നമ്മൾ നേരത്തെ ചെയ്തത്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിൽ ഓരോ ഐറ്റം സെറ്റും ഏതൊക്കെ ഇതിലുള്ള ഐറ്റംസ് ഏതൊക്കെയാ? I1 to I5 വരെയാണ് ഐറ്റംസ് ഉള്ളത്, റൈറ്റ്? സോ ദ ഫസ്റ്റ് തിങ് ഇസ് ലൈക്ക് ഫോർ ഈച്ച് ട്രാൻസാക്ഷൻ you have to find out the count of each item. Okay, this is so what I'm going to do is like as a first step you have to find out the count. Okay, ഓരോ ഐറ്റം സെറ്റിന്റെയും കൗണ്ട് കണ്ടുപിടിച്ചേ. I'm just finding item and its count. ഏതൊക്കെ ഐറ്റം ഉള്ളത്? I1, I2, I3, I4, I5. ഇത്രയല്ലേ ഉള്ളത്? ഇതിലോരോന്നിന്റെ കൗണ്ട് പറഞ്ഞേ. I1ന്റെ കൗണ്ട് എത്രയാ? I1 1, 2, 3, 4, 5, 6. I1 6 times ഒക്കെ അറിയാണ്ടല്ലേ? 6. I2 7. I2 7 ആ? I3 6.
4, 6. Okay. I4. 2. I5. 1, 2. 2. Okay. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഒരു ഐറ്റം സെറ്റ് എടുത്തു, ആ തന്നിരിക്കുന്ന ഐറ്റം സെറ്റിന്റെ കൗണ്ട് കണ്ടുപിടിച്ച് വെച്ചു. ഓക്കെ, സോ ഹിയർ നമ്മൾ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് ഹിയർ 9 ട്രാൻസാക്ഷൻസ് 900 വരെ. ദ മിനിമം സപ്പോർട്ട് കൗണ്ട് ഓൾറെഡി 2 ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ തന്നിരിക്കുന്ന സ്കാൻ ദ ഡാറ്റാബേസ് സെയിം ആസ് അവർ അപ്രിയോറി അൽഗോരിതം, ഡിറൈവ് ദ സെറ്റ് ഓഫ് ഫ്രീക്വന്റ് 1 ഐറ്റം സെറ്റ് ആൻഡ് ദിസ് ഈസ് അവർ ഫ്രീക്വന്റ് 1 ഐറ്റം സെറ്റ്. ഇതൊക്കെയാണ്. ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ വി ഹാവ് ടു sort. The set of frequent item set is sorted in the order of descending support count. Descending support count എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ, ഏറ്റവും കുറവുള്ളത് നമ്മൾ ആദ്യം എഴുതണം, റൈറ്റ്? അപ്പൊ നമുക്ക് ആദ്യം ഇതിലിപ്പം സപ്പോർട്ട് കൗണ്ടിൽ വരുന്ന കുറഞ്ഞു വരുന്ന രീതിയിൽ എഴുതണം. അത് ഫസ്റ്റ് ഹൈയസ്റ്റ് എഴുതുക, പിന്നെ താഴത്തേക്ക്. ഇപ്പൊ നമ്മൾ എഴുതിയാൽ അങ്ങനെ തന്നെയല്ലേ ഉള്ളത്. 6 അല്ല, മാറ്റി എഴുതണം അല്ലേ. ഇതിന് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം. സോർട്ട് ചെയ്യാൻ എഴുതാം ഞാനിവിടെ. ഇപ്പൊ എങ്ങനെ വരും? ഐറ്റം കൗണ്ട് വിച്ച് ഈസ് ഹാവിങ് ഹയസ്റ്റ് കൗണ്ട് ഡിസെൻഡിങ് ഓർഡറിൽ വരുമ്പോൾ ഹയസ്റ്റ് കൗണ്ടിൽ 6, I1 6, I3 6, I4 2, I5 2. ഇതിപ്പോ നിങ്ങൾക്ക് ഇതിൽ I4 I5 എഴുതിയാൽ I5 I4 എഴുതിയാലും കുഴപ്പമില്ല. നിങ്ങൾ ഈ 1 2 3 എന്നുള്ളത് തന്നെ ഫോളോ ചെയ്താൽ മതി. 4 കഴിഞ്ഞിട്ടല്ലേ 5 വരും, അപ്പൊ ആ ഓർഡറിൽ ചെയ്താൽ മതി. അപ്പോൾ ആഫ്റ്റർ സോർട്ടിങ് യു ക്യാൻ സീ സം ഓഫ് ദ ഐറ്റംസ്. ഇതിൽ ഏറ്റവും ഫ്രീക്വൻസി കൗണ്ട് കൂടുതലുള്ളതിനെ നമ്മൾ സോർട്ട് ചെയ്തിട്ട് എഴുതി. അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? നെക്സ്റ്റ് ഇസ് യു ഹാവ് ടു കൺസ്ട്രക്ട് ദ ട്രീ. ആ കൺസ്ട്രക്ട് ചെയ്യുന്ന ട്രീന്റെ പേരാണ് FP ട്രീ. അപ്പൊ ഞാൻ അതിൽ തന്നെ പറഞ്ഞു, എപ്രിയോറി അൽഗോരിതത്തിനെ പോലെ നമുക്കിവിടെ കാൻഡിഡേറ്റ് ഐറ്റം സെറ്റ് ഇല്ല. അതിന് പകരം എന്താ ഉള്ളത്? FP ഗ്രോത്തിൽ we are going to generate an FP tree. What is mean by this FP tree? Create a root of the tree labeled with null, scan the database D again and process each transaction in L order. For each transaction, a branch is created with items having their support count separated by column. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ എടുക്കാം. I2 എന്ന ട്രാൻസാക്ഷന്റെ സപ്പോർട്ട് കൗണ്ട് 7 ആണ്. നമ്മൾക്ക് ഇനി തന്നിരിക്കുന്ന ഓരോ ട്രാൻസാക്ഷനും കൺസിഡർ ചെയ്യുക. ഏതൊക്കെയാണ് തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്? T1 T100 to T900 അല്ലേ നമുക്ക് തന്നിട്ടുള്ളത്, അല്ലേ? തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് നോക്കൂ, ഏതൊക്കെയാണ് ട്രാൻസാക്ഷൻ? T100 to T900 വരെ. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓരോ ട്രാൻസാക്ഷനിലും ഇതാണ് ഇപ്പൊ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ടുള്ളത്. ഇവിടെ ഏതൊക്കെ ഐറ്റംസ് ഉള്ളത്? I1 I2 I5 അല്ലെ? I1 I2 I5 ഉള്ളത്. അപ്പോ ഇതിൽ I1 I2 I5 വരുന്ന സമയത്ത് ഇതിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി കൗണ്ടുള്ള ഐറ്റം ഏതാ? നോക്കൂ, ഈ T100ലുള്ള ഓർഡറിൽ I1 I2 I5. നമ്മുടെ സോർട്ടഡ് ഓർഡറിൽ ഫസ്റ്റ് വരുന്നത് ഏതാ? I2 അല്ലേ? I2 അല്ലേ ഫസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ടോ I2 കഴിഞ്ഞാൽ I1. അതായത് ഈ തന്നിരിക്കുന്ന ലിസ്റ്റ് ഓഫ് ഐറ്റംസിനെ ഈ ഒരു ഓർഡറിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ട് എഴുതുക. I2 I1 I5 എന്ന് കിട്ടും, റൈറ്റ്? അതുപോലെ T200ഓ, what is the order that you have to follow in the case of transaction 200? I2 and I4. What is the order of I2 and I4? First I2, then I4. So I2 I4. Clear alle? Next transaction is T300. What is about T300? രണ്ട് ഐറ്റംസ് I2 and I3. I2 I3 എന്ന് പറയുമ്പോൾ ഇത് ഓർഡറിൽ തന്നെയാണ് ഉള്ളത് അല്ലേ? I2 ആണ് 7, I3 6. അപ്പൊ അതേ ഓർഡറിലുള്ളത് I2 I3. ഇനി T400 ഒന്ന് പറഞ്ഞേ നിങ്ങൾ, ഏത് ഓർഡറിൽ എഴുതണമെന്ന്? What is the order that you have to follow for T400? 3 items are there. I2, I1, I4. Yes, correct. I2, I1, I4. Okay. Then
അതിനുശേഷം അടുത്തത് T500. 1 and 3 ഉള്ളത്. 1 and 3 എന്ന് പറയുന്നത് അതേ ഓർഡറിൽ തന്നെയാണ്. സോ നോ ചേഞ്ച് ഇൻ ദാറ്റ് 1 and 3. T600 2 and 3. 2 and 3 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓർഡർ തന്നെയാണ്. നോ നീഡ് ഓഫ് ചേഞ്ചിങ് ഇറ്റ്. 1 and 3, 2 and 3. ഇനി T700 എന്ന് പറയുമ്പോഴും 1 and 3 കറക്റ്റ് ഓർഡർ ആണ്. സോ I1 and I3. T800. ഇനി T800 എന്ന് പറഞ്ഞ് ഏത് ഓർഡറിൽ വരണം എന്ന്? 4 items are there. 4 list of items are present in the case of T800. Which is the order for T800? പറയൂ. T800 order എന്താ? കമന്റ് ചെയ്യൂ. അൻസബ്, ഫജർ, സൗരഭ്, സർഗ, സുബിൻ രാജ്. ഓക്കെ, I2, I3. ഇതോടെ പറഞ്ഞ I2, I3, I2, I1 ഇല്ലേ? I2, I1, I3, I5 ഇതന്നല്ലേ വരിക? I2, I3, I1, I5 അല്ലേ വരിക? ഓക്കെ. Now what about T900? ഒന്ന് പറഞ്ഞ അഭിലാഷ്, അതുൽ, ജാസിം ഒന്ന് റിപ്ലൈ ചെയ്ത് T900 എങ്ങനെ വരണം അതിന്റെ ഓർഡർ ഒന്ന് പറഞ്ഞ്. I2, I1, I3 പറയുന്നുണ്ടോ? I2, I1, I3. ഓക്കെ, I2, I1, I3. കറക്റ്റ്. I2, I1, I3. ശരി. അപ്പോൾ അത്രയും കംപ്ലീറ്റ് ആയി. നമ്മൾ സോർട്ടഡ് ഓർഡർ വെച്ചിട്ട് ഇതിന് ലിസ്റ്റ് ഓഫ് ഐറ്റംസിനെ കൗണ്ട് വെച്ചിട്ട് സോർട്ട് ചെയ്തു. അതിനുശേഷം തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ സെറ്റിന്റെ ആ സോർട്ടഡ് ഓർഡർ വെച്ചിട്ട് നമ്മൾ അതിനെ ജനറേറ്റ് ലിസ്റ്റ് ഓഫ് ഐറ്റംസിനെ സോർട്ട് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജനറേറ്റിംഗ് ആൻ FP3 ആണ്. തേർഡ് സ്റ്റെപ്പ് ഇസ് ജനറേറ്റ് FP3. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് FP3 ജനറേറ്റ് ചെയ്യേണ്ടത് നോക്കാം. Create the root of the tree labeled with a null. Scan the database D again and process each transaction in L order. അതായത് തന്നിരിക്കുന്ന സെറ്റില് ആദ്യത്തെ നോഡിനെ റൂട്ട് നോഡായിട്ട് കൺസിഡർ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് സ്കാൻ ദ എൻറ്റയർ ഡാറ്റാബേസ് ഡി അഗെയിൻ ആൻഡ് പ്രോസസ് ഈച്ച് ട്രാൻസാക്ഷൻ എൽ ഓർഡർ. നമ്മൾ ഓൾറെഡി എൽ ഓർഡറിൽ ട്രാൻസാക്ഷൻ ജനറേറ്റ് ചെയ്ത് വെച്ചു. ഫോർ ഈച്ച് ട്രാൻസാക്ഷൻ എ ബ്രാഞ്ച് ഇസ് ക്രിയേറ്റഡ് വിത്ത് ഐറ്റം ഹാവിംഗ് ദ സപ്പോർട്ട് കൗണ്ട് സെപ്പറേറ്റഡ് ബൈ കോളൻ. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കാം. Whenever the same node is encountered in another transaction, we just increment the support count of the common node or prefix. So we will see it. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാ? നല്ല എന്ന് പറഞ്ഞ നോഡിൽ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് നോഡ്. വേറൊരു നല്ലാണ്. അത് ഞാൻ കൺസിഡർ ചെയ്യുന്ന നൾ നോഡിൽ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്ന T100 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ആണ്. T100 എന്ന് പറയുന്ന ട്രാൻസാക്ഷനിൽ ഏതൊക്കെ ട്രീ ആണ് ഉള്ളത്? ഏത് ഓർഡറാണ് ഉള്ളത്? ഏതൊക്കെയുള്ളത്? I1, I2, I5 എന്നല്ല ഉള്ളത് അല്ലെ? I1, I2, I5 എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ഓർഡറിലുള്ളത്. അപ്പൊ നമ്മൾ ട്രീ വരയ്ക്കുമ്പോൾ എങ്ങനെ വരക്കും നോക്കിയേ. We are starting with null, then I2, I1, I5 ആ ഒരു ഓർഡറിൽ ഫോളോ ചെയ്തു. റൈറ്റ്? അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വരച്ച് കാണിക്കാം. നള്ളിലെ നോഡിൽ സ്റ്റാർട്ട് ചെയ്തു. ഇതിന്റെ ഞാൻ ലെഫ്റ്റ് സൈഡ് ആയിരുന്നു, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വരക്കാം കേട്ടോ. ഇതിനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം T100 ആദ്യത്തെ വരുന്ന ട്രാൻസാക്ഷൻ എന്താ? ആദ്യം ഒരു നോഡ് വരച്ചു. 3 നോഡല്ലേ വരിക? എന്തുകൊണ്ടാ? 3 ഐറ്റം സെറ്റ് അല്ലേ ഉള്ളത്. രണ്ടാമത്തെ ഐറ്റം സെറ്റ്, മൂന്നാമത്തെ ഐറ്റം സെറ്റ്.
ഓക്കെ, ഇതിൽ ഓരോന്നിനും ഞാൻ നമ്പർ ചെയ്യുവാണേ. ആദ്യത്തെ ഏതാ? I1. I1ന്റെ കൗണ്ട് 1, I2ന്റെ കൗണ്ട് 1. എന്നുവെച്ചാൽ ഇപ്പൊ ഒറ്റ പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളൂ. I5ന്റെ കൗണ്ട് 1, I1, I2, I5. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് എന്താ? T100 കഴിഞ്ഞു, അടുത്ത T200 ആണ്. T200ൽ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ഉള്ളത്? I2 and I4, right? അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? while generating an FP tree we are starting with a null node I2, I1, I5. ഇതിന്റെ ഓരോന്നിന്റെയും കൗണ്ട് 1 ആണ്, അത് മാർക്ക് ചെയ്തു. അതിനുശേഷമുള്ളത് എന്താ? അടുത്ത ട്രാൻസാക്ഷൻ എന്താ? ട്രാൻസാക്ഷൻ 200. അതിലുള്ളത് I2 and I4. I2 and I4 തന്നെയല്ലേ ഉള്ളത് ഇതില്? I2 and I4 ആണുള്ളത്. ഓക്കെ. ഓ, ഈ വർഷയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടേ, ഒരു സെക്കൻഡ്. എഴുതിയുള്ള ഓർഡർ തെറ്റല്ലേ പിള്ളേരെ? എന്താ പറയാൻ എന്നോട്? എഴുതിയ ഓർഡർ തെറ്റല്ലേ? ഓർഡർ എന്താ? I2 അല്ലേ ആദ്യം? I2, I1, ഈ ഓർഡറിൽ തന്നെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. I2 അതിനാണ് ഓർഡർ ചെയ്ത് എഴുതിയത്. എല്ലാത്തിനും ഇപ്പോൾ ഒരു പ്രാവശ്യം ഇത് ഈ നോടൊക്കെ വന്നിട്ടുള്ളൂ. അപ്പൊ എല്ലാത്തിനും 1 എന്ന് മാർക്ക് ചെയ്ത് വെക്കുക. I2, I1, I5 ഈ ഓർഡർ കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാ? T200. അതിന്റെ ഓർഡർ എന്താ? I2 and I4. അപ്പോൾ I2 and I4 നോക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ വരക്കുമ്പം I2 ഓൾറെഡി ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു, I2. ഇനിയുള്ള നോഡ് ഏതാ? I4. ഞാൻ അതിന് I2 and I4 എന്നല്ലേ? I2, I4 എന്ന് എഴുതി. ഇനി ഇതിന്റെ കൗണ്ട് മാറ്റണം. I2, I4 എന്ന് എഴുതി. I2 ഓൾറെഡി ഒരു പ്രാവശ്യം വന്നതാണ്, ഇത് രണ്ടാമത്തെ പ്രാവശ്യം വരുന്നതുകൊണ്ട് ഇതിന്റെ കൗണ്ട് 1 നിന്ന് 2 ആയി. I4 ഓൺലി വൺസേ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് I4 കൗണ്ട് ഇസ് കൺസിഡർ ആസ് 1. ക്ലിയർ ആയോ? Is this okay? Is this okay? Is this clear? Saurav, Amrita, Vishnu, Ansaf, Abhilash, Ashwati, Ritina, Harita. Okay, ശരി. ഇനി അടുത്ത ട്രാൻസാക്ഷൻ ഏതാന്ന് പറഞ്ഞേ? അടുത്ത ട്രാൻസാക്ഷൻ ഏതാ നമ്മുടെ? T300. T300 എന്ന് വെച്ചാൽ എന്താ? I2, I3 അല്ലേ? I2, I3. I2 ഓൾറെഡി എവിടെ ഉണ്ട്? നമ്മുടെ ഇവിടെ ഉണ്ട്. ഇനി എന്താ വേണ്ടത്? 3 മാത്രമേ വേണ്ടൂ. 3 ഇവിടെ എവിടെയും വന്നിട്ടില്ലല്ലോ. I2 കഴിഞ്ഞിട്ട് I3 ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? I2 കഴിഞ്ഞിട്ട് അടുത്ത ട്രീ ആയിട്ട് I3 എഴുതുന്നു. I2, I3. I3ന്റെ കൗണ്ട് എത്രയാ? I3 ഒറ്റ പ്രാവശ്യമല്ലേ വന്നിട്ടുള്ളൂ, 1. I2 ആണെങ്കിലോ ഇറ്റ് ഇസ് ഒക്കറിംഗ് 3rd ടൈംസ്, റൈറ്റ്? 2 മാറിയിട്ട് അതെന്താവും? 3 ആയി. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയാ, നിങ്ങൾ നോക്കിയാൽ മതി. I2 മൂന്ന് തവണ ഒക്കർ ചെയ്തിട്ടുണ്ടാവും ഇവിടെ ഓൾറെഡി. 1, 2, 3. അടുത്ത കൺസിഡർ ചെയ്യേണ്ടത് ഏതാ? T400. T400 ഓർഡർ എന്താ? I2, I1, I4 എന്നാണ് അല്ലേ? I2, I1, I4. അപ്പൊ നോക്കിയേ, I2, I1, ഇനി വേണ്ടത് I4 മാത്രമേ വേണ്ടൂ. നമുക്ക് ഓൾറെഡി I2, I1 വരെ ഉണ്ട് ഇവിടെ. So I'm just adding I4 here. Okay. I2, I1, I4. So what is the count of I4 here? I4 ന്റെ കൗണ്ട് 1 ആണ്. I1 എത്ര പ്രാവശ്യം? ഓൾറെഡി 1 ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പക്ഷേ നമുക്ക് ഈ ഓർഡറിൽ ഇല്ലല്ലോ. I2, I1 കഴിഞ്ഞിട്ട് I4 വരുന്നില്ലല്ലോ. I2, I4 കഴിഞ്ഞിട്ടില്ലല്ലോ. I2, I1 കഴിഞ്ഞിട്ടാണ് I4 വരുന്നത്. അതാണ് ഈ ഓർഡറിൽ നമ്മൾ ആദ്യം എഴുതിയത്. I2, I1, I4 തന്നെ വരണം. നേരെ മറിച്ച് ഇപ്പൊ ഓർഡർ ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. I2, I4, I1 എന്നാണെങ്കിൽ ഈ I4ന് താഴെ I1 വരച്ചാൽ മതി. ഓക്കെ, ഇതിപ്പം I2, I1, I4 എന്ന് പറഞ്ഞ ഓർഡറിലായതുകൊണ്ടാണ് ഈ ഓർഡറിലേക്ക് വരച്ചത്. ക്ലിയർ അല്ലേ? ശരി. അപ്പോ I2ന്റെ കൗണ്ട് ഒന്നും കൂടെ കൂടൂലേ? 3 മാറി 4 ആവില്ലേ? I2, I1, I4. അപ്പൊ നേരത്തെ 3 ഉണ്ടായിരുന്നു, ഇതിപ്പോ 4 ആയി I2ന്റെ കൗണ്ട്. ഓക്കെ, I2 is equal to 4, I1 is equal to 2. അതൊക്കെ ഓക്കെ അല്ലേ? അടുത്തിന് കൺസിഡർ ചെയ്യാൻ പോകുന്നത് I500. നിങ്ങൾ പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? T500 പറഞ്ഞാൽ I1, I3 ആണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ I1 ആണ്.
നമുക്ക് അങ്ങനെ ഒരു നോഡ് ഉണ്ടോ? സ്റ്റാർട്ടിങ്ങിൽ തന്നെ I1 അല്ലല്ലോ, സ്റ്റാർട്ടിങ്ങിൽ I2 അല്ലേ ഉള്ളത്. Am I right? സ്റ്റാർട്ടിങ്ങിൽ തന്നെ I2 മാത്രമേ ഉള്ളൂ. അപ്പൊ I1 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? I1 സ്റ്റാർട്ടിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യണം. I1 then I3. I1 ഒരു പ്രാവശ്യമാണ് ഇപ്പൊ ഇവിടെ ഒക്കെ ചെയ്യുന്നത്. I3 ഇങ്ങനെ വരുന്ന ഒരു പ്രാവശ്യമാണ്. അപ്പൊ T500 കഴിഞ്ഞു. ഇനി T600 എങ്ങനെ വരും നോക്കൂ. I2 and I3. I2 I3 അത് ഓൾറെഡി ഉണ്ട് അല്ലേ. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ഇതിന്റെ കൗണ്ട് ഒന്ന് മാറ്റിയിട്ട് 4 ഉള്ളത് 5 ആവും, I2 I3 1 ഉള്ളത് 2 ആവും. അത്രേ ഉള്ളൂ. T600 ആയല്ലോ. അടുത്ത എന്താ? T700. I1 and I3. ഓക്കെ, I1 and I3. I1ന്റെ കൗണ്ട് ഇതാ. I1 I3 ഓൾറെഡി ഇങ്ങനെ ഒരു ബ്രാഞ്ച് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ കൗണ്ട് 1 ഉള്ള 2 ആയി, I3ന്റെ കൗണ്ട് 1 ഉള്ളത് 2 ആയി. കഴിഞ്ഞല്ലോ. T700 ഓൾസോ കംപ്ലീറ്റഡ്, റൈറ്റ്? അതിനുശേഷം അടുത്തത് എന്താ? T800. T800 ഓർഡർ എന്താ? I2 I1 I3 and I5 ആണ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ആ ഓർഡർ എവിടെയെങ്കിലും അത്രയും ഓർഡർ എവിടെയെങ്കിലും ഉണ്ടോന്ന്. I2 I1 വരെ ഉണ്ട് അല്ലെ. ഓക്കെ, I2 നമുക്ക് ഓർഡർ എന്താ? I2 I1 ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ I4 ഉള്ളത്, ഇവിടെ I5 ഉള്ളതല്ല. നമുക്ക് വേണ്ടത് അടുത്ത ഓർഡറിൽ എന്താ വേണ്ടത്? I3 വേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? I'll draw another branch from I1. I2 I1. Another branch will be like this. This is for I3. Next branch is for I5. ഓക്കെ, ഇനി ഓരോന്നിന്റെ കൗണ്ടിന്റെ നമ്പർ ഒന്ന് അപ്ഡേറ്റ് ചെയ്തോളൂ. എങ്ങനെ അപ്ഡേറ്റ് ചെയ്യും? I5ന്റെ കൗണ്ട് 1, I3ന്റെ കൗണ്ട് 1. ഇവിടെ I1ന്റെ കൗണ്ട് 2 ആയിരുന്നു, അത് മാറിയിട്ട് 3 ആവും. ഇവിടെ I2ന്റെ കൗണ്ട് 5 ആയിരുന്നു, അത് മാറിയിട്ട് 6 ആവും. ഓക്കെ ആണോ? ക്ലിയർ ആണോ ഇതുവരെ? ഓക്കെ, ശരി. What is the next step? Next transaction ഏതാ? T900 അല്ലെ. T900 വരുമ്പോ എങ്ങനെ വരും അഭിലാഷ്? പറഞ്ഞ അഭിലാഷ്. ഓർഡർ എന്താ? I2 I1 I3. നമുക്ക് അങ്ങനെ ഒരു ബ്രാഞ്ച് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? I2 I1 I3 എന്ന് പറഞ്ഞിട്ടൊരു ബ്രാഞ്ച് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. വെരി ഗുഡ്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് കൗണ്ട് മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി. ഇത് I2 7 ആവും, I3 4 ആവും, I2 I1 I3. ഓക്കെ, 1 3 I3ൻ്റെത് 2 ആവും അല്ലേ. ഇതിപ്പോ കംപ്ലീറ്റ് ആയല്ലോ. എല്ലാ ട്രാൻസാക്ഷനും കംപ്ലീറ്റ് ആയല്ലോ. സോ അഗെയിൻ ഐ റീഡ്രോ ദ സെയിം ട്രീ. ഓക്കെ, ഞാനൊന്ന് ട്രീനെ വൃത്തിയിലൊന്നും കൂടെ വരക്കാം. I2 I1 I5. ഇവിടെ നിന്ന് ഇത് I4, ഇത് I5 ആണ്. 1, I1ന്റെ കൗണ്ട് 4, I2ന്റെ കൗണ്ട് 4. ദിസ് ഈസ് നൾ നോഡ്. ഇവിടെ I4ന്റെ കൗണ്ട് 1 ആണ്. I1 I3ന്റെ കൗണ്ട് 2 ആണ്. ഇത് I4 is equal to 1, I1 I3 equal to 2 ഉണ്ട്. then I5 is equal to 1 ഉണ്ട്. റൈറ്റ്. ഇനി ഈ നോഡിലോ നള്ളിൽ തന്നെ ഒരു സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് I1 is equal to 2, I3 is equal to 2. എല്ലാ നോഡും ആയില്ലേ? ഇനി നിങ്ങൾ നോക്കുക, ഈ തന്നിരിക്കുന്നതില് നമ്മൾ നേരത്തെ ഓൾറെഡി കൗണ്ട് കണ്ടുപിടിച്ച് വെച്ചില്ലേ? I2ന്റെ കൗണ്ട് നോക്കി നിങ്ങൾ. I2 എവിടെയൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നോക്കിയേ. I2ന്റെ ടോട്ടൽ കൗണ്ട് എത്രയാ നോക്കിയേ. I2ന്റെ ടോട്ടൽ കൗണ്ട് എത്രയാ? 7 അല്ലേ. I2ന്റെ ടോട്ടൽ കൗണ്ട് 7 അല്ലേ. I2ന്റെ ടോട്ടൽ കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ 7 കിട്ടുന്നത് നോക്കിയേ. ഇവിടെ ഒരു I2 ഉണ്ട് 4. വേറെ എവിടെ I2 ഉള്ളത്? എവിടെ I2 ഇല്ലേ? അല്ല, ഇത് ഓൾറെഡി നമുക്ക് 7 തന്നെ കിട്ടുന്നു അല്ലേ.
ഇവിടെ കൗണ്ട് 7 തന്നെയല്ലേ കിട്ടുന്നത്. യെസ്, ദാറ്റ് ഈസ് കറക്റ്റ്. നെക്സ്റ്റ് നോക്കിയേ, I1. I1ന്റെ കൗണ്ട് എത്ര? 6. നിങ്ങൾ എവിടെയൊക്കെ I1 ഉണ്ട് നോക്കൂ. I1 2, I1 4. 4 + 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 അല്ല 6. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോട്ടൽ കൗണ്ട് ആയിട്ട് മാച്ച് ചെയ്യണം. അത് നിങ്ങൾ ട്രീ വരച്ചിട്ട് നിങ്ങൾക്ക് കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടലി നമ്മൾ കണ്ടുവച്ച് കൗണ്ടുമായിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യണം. I1 6 ആണ്. ഇനി I3ന്റെ വാല്യൂ എന്താ? I3 6 ആണ്. I3 6 ആവുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ I3 2, ഇവിടെ ഒരു 2, ഇവിടെ ഒരു 2, ഇവിടെ 2. 2 + 2 + 2 എന്ന് വെച്ചാൽ 6 ആയി. കറക്റ്റ് അല്ലേ? അടുത്ത I4 എന്ന് വെച്ച് കഴിഞ്ഞാൽ I4 ഇവിടെ 1 ഉണ്ട്, ഇവിടെ ഒരു I4 ഉണ്ട്. 1 + 1 2. I4 2 ആണ്. I5 2 ആണ്. I5 2. ദാറ്റ് മീൻസ് ഈ കൗണ്ട് നിങ്ങൾക്ക് ഈ ഓരോ പ്രാവശ്യം നിങ്ങൾ മാർക്ക് ചെയ്യുന്ന കൗണ്ടും ടോട്ടലി ആദ്യം കണ്ടുപിടിച്ച കൗണ്ടും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ക്ലിയർ അല്ലേ? ഇത് ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഫജർ, മിഥിലാജ്, മൃദുല, അഭിനവ്, അനുശ്രീ, അമൃത, ഹരിത, തിത്തിന പറഞ്ഞേ. ഷബ്ന, സൗരഭ്, വിഷ്ണു, സുബിൻ രാജ്. ഓക്കെ, ശരി. FP ഗ്രോത്ത് ട്രീ വരക്കുന്നവർ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ശരി. ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് വെച്ച് നമ്മൾ FP ഗ്രോത്ത് ട്രീ വരച്ച് ഇതിൽ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ആവശ്യത. ഇതുപോലെയാണ് നിങ്ങൾ ട്രീ കിട്ടുക. ഇതുപോലെയാണ് നിങ്ങൾ വരക്കേണ്ടത്. നൾ നോഡ് ഓരോന്നിന്റെ കൗണ്ടും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇത് ഓരോന്നും മാർക്ക് ചെയ്യുക. I2 എവിടെയൊക്കെ ഉള്ളത്? ഓക്കെ, I2 7 ഒറ്റൊരു ഡയറക്റ്റ് കൗണ്ടാ. I1 6, പക്ഷെ I1 4 എവിടെയുള്ളൂ, പിന്നെ 2 എവിടെയുള്ളത്? ഇവിടെ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ 6 കിട്ടുന്നത്. അതായത് ഐറ്റം ID, സപ്പോർട്ട് കൗണ്ട്, നോഡ് ലിങ്ക്. നിങ്ങളിപ്പോൾ ഇവിടെ വരച്ച് കാണിക്കുന്നില്ലേ? ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഗ്രീൻ ലൈൻ ഇട്ട് കാണിച്ചു തന്നില്ലേ? ഇവിടെ I3 = 6. 6 എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്? ആദ്യം I3 = 2 ഇവിടെ, അടുത്ത കേസിൽ I3 = 2 ഇത് ഈ ഡോട്ടഡ് ലൈനിലേക്ക് കൂടെ ഇവിടെ, അടുത്ത I3 = 6 വരുന്നത് എവിടെയാ? ഇതാ ഇവിടെ I3 അത് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? യു ഹാവ് ടു ജനറേറ്റ് ദ സ്ട്രോങ് അസോസിയേഷൻ റൂൾ ഓർ യു ഹാവ് ടു ഫൈൻഡ് ദ ഫ്രീക്വന്റ് ഐറ്റം. നമുക്കിപ്പോൾ ഇവിടെ ട്രീ മാത്രമേ കിട്ടിയിട്ടില്ല. ഇത് നമുക്ക് ഫ്രീക്വന്റ് ഐറ്റംസ് ആയിട്ട് കണ്ടുപിടിക്കണം അല്ലേ? എങ്ങനെയാണ് ഇനി അടുത്ത ഫ്രീക്വന്റ് ഐറ്റംസ് ആയിട്ട് കണ്ടുപിടിക്കുക? അതാണ് മെയിൻ ആയിട്ടുള്ള മെത്തേഡ്. FP ഗ്രോത്ത് ട്രീ വരച്ചത് എന്തിനു വേണ്ടിയിട്ട്? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഫ്രീക്വന്റ് ഐറ്റംസ് ആയിട്ട്. സോ ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു നൗ. കൺസിഡർ, അപ്പോൾ തന്നിരിക്കുന്നതിൽ ഓരോ ട്രാൻസാക്ഷൻ, ഇപ്പൊ ഇതില് ട്രാൻസാക്ഷനിൽ ഏറ്റവും സപ്പോർട്ട് കൗണ്ട് ഏറ്റവും കുറവുള്ള ട്രാൻസാക്ഷൻ ഏതാ? സപ്പോർട്ട് കൗണ്ട് ഏറ്റവും കുറവുള്ളത് ഏതാ? നമ്മൾ സോർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴെ വരുന്ന ഏതാ? I5 അല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ I5 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. I5. ഓക്കെ, I5. I5 വരുന്ന കേസിൽ I5 വരുന്ന രണ്ട് ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാ? I5 വരുന്ന രണ്ട് ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാ? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ I5 വരുന്ന രണ്ട് ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാ? I5 വരുന്ന രണ്ട് ട്രാൻസാക്ഷൻസ് I1 I2 I5ഉം I1 I2 I3 I5ഉം. ഇതല്ലേ രണ്ട് ട്രാൻസാക്ഷൻസ്? അതിവിടെ എഴുതുക. ഞാനിത് ഒന്ന് റബ് ചെയ്യട്ടെ. I5 ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. I5 എന്തുകൊണ്ടാണ് കൺസിഡർ ചെയ്തത്? ഏറ്റവും ലോവസ്റ്റ് ഉണ്ട്. I5 വരുന്ന ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാ? I1 I2 I3 I5 ഒന്ന്. രണ്ടാമത്തെ I5 വരുന്ന ഏതൊക്കെയാ? I1 I2 I5. ഇതാണല്ലോ രണ്ട് ട്രാൻസാക്ഷൻസ്. ഓക്കെ, ഇനി ഇതിനടുത്ത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ I2 I1 എന്ന് പറയുന്ന I2 I1 I3 ആണല്ലേ? അല്ലേ ഞാൻ മാർക്ക് ചെയ്തത്? I2 I1 I3. ഒരു സെക്കൻഡ്.
I2 I1 I3യും I1 I2 ഇതല്ലേ I5 വരുന്ന രണ്ട് ട്രാൻസാക്ഷൻസ് ഇത് രണ്ടും അല്ലേ? I1 I2 I3യും I1 I2. ഇതില് I1 I2 ഇതില് ഈ രണ്ട് ട്രാൻസാക്ഷനിലും എത്ര തവണ I1 ഒക്കർ ചെയ്യുന്നുണ്ട്? പറഞ്ഞാൽ മനസ്സിലായോ? ആദ്യം തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ I5 കൺസിഡർ I5 ആണ് ലോവസ്റ്റ് സപ്പോർട്ട് കൗണ്ടിലെ 2. എന്നിട്ട് ഈ I5 വരുന്ന രണ്ട് ട്രാൻസാക്ഷൻ ഏതൊക്കെയാ? ഒന്ന് T100ഉം രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഏതാ? T800ഉം. അതിൽ വരുന്ന ബാക്കി ഐറ്റംസ് ഏതൊക്കെയാ? T800 ആണെങ്കിൽ I5 ഒഴിച്ചിട്ട് ബാക്കി വരുന്ന ഏതൊക്കെയാ? I1 I2 I3. T100ലാണെങ്കിൽ I1 and I2. അപ്പോൾ ഈ രണ്ട് ട്രാൻസാക്ഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് I1 എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നുണ്ട്? ഓക്കെ, I1 1 2. I2 എത്ര തവണ ഒക്കർ ചെയ്യുന്നുണ്ട്? 1 2. I3 എത്ര തവണ ഒക്കർ ചെയ്യുന്നുണ്ട്? I3 എത്ര തവണ ഒക്കർ ചെയ്യുന്നുണ്ട്? ഒരു പ്രാവശ്യമല്ലേ വരുന്നുള്ളൂ. നോക്ക്, ഇവിടെ I3 ഇല്ലല്ലോ, 1. അപ്പൊ നമ്മുടെ മിനിമം സപ്പോർട്ട് കൗണ്ട് എത്രയാ? 2 ആണ് മിനിമം സപ്പോർട്ട് കൗണ്ട്. അപ്പൊ ഈ I3 എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ നമ്മുടെ മിനിമം സപ്പോർട്ട് കൗണ്ടിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലല്ലോ. ഓൺലി I1 and I2 സാറ്റിസ്ഫൈങ്, റൈറ്റ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതുന്ന വെച്ചാൽ I5 I1 I5 I2 എന്ന് എഴുതും. I5 ഫ്രീക്വന്റ് ആണ്, അതിന്റെ കൂടെ I5 I1ഉം I5 I2ഉം ഈ ഫ്രീക്വൻസ് കൗണ്ട് സാറ്റിസ്ഫൈ ചെയ്യാതെ ഒഴിവാക്കും. ഇനി I3യും രണ്ട് തവണ ഉണ്ടായിരുന്നെങ്കിലോ നമ്മൾ എന്ത് എഴുതും? I5 I3 എന്ന് എഴുതും. അപ്പോൾ ഓൾറെഡി I1ഉം I2 മാത്രമാണ് മിനിമം സപ്പോർട്ട് കൗണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. I3 മിനിമം സപ്പോർട്ട് കൗണ്ട് സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് അതിനെ ഒഴിവാക്കി. എന്നിട്ട് ഈ I5 I1 I5 I2 എന്ന് എഴുതും. ക്ലിയർ? ഇനി അടുത്തത് ഏത് ട്രാൻസാക്ഷനാ? I4. ഇനി ഇതേപോലെ I4 എന്ന് പറഞ്ഞേ, ഇതേപോലെ I4ന്റെ കേസും പറഞ്ഞേ നിങ്ങൾ. നെക്സ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്ന I4 എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ. I4 എവിടെയൊക്കെ വരുന്നുണ്ട്? I2 മാത്രം വരുന്നുണ്ട്. ദെൻ I1 I2 I4 ഉണ്ട്. I1 I2 I4. നെക്സ്റ്റ് I4 വരുന്നത് എവിടെയാ? I4 രണ്ട് തവണ ഒക്കർ ചെയ്യുന്നുള്ളൂ അല്ലേ? ഇവിടെ ഓരോന്നിന്റെയും I1ന്റെ ഫ്രീക്വൻസി കൗണ്ട് എത്രയാ? I1ന്റെ ഒക്കറൻസ് എത്രയാ? 1. I2ന്റെ എത്രയാ? 2. അപ്പൊ ഞാൻ എന്ത് ചെയ്യണ്ട? I1 കൺസിഡർ ചെയ്യണ്ട. ഞാൻ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് എന്ന് പറഞ്ഞാൽ I4 I2 ആയിരിക്കും. Because I1 is occurring only once, so I'll just remove it and I'll consider only I2. So the frequent item set will be I4 and I2. Clear ayo? Is this okay? Is this okay? Yes. Now see this. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. I5 എന്ന് വെച്ച് കഴിഞ്ഞാൽ I2 I1 ഒരു പ്രാവശ്യം ഒക്കർ ചെയ്യുന്നുള്ളൂ. I2 I1 I3 ഇതിൽ ഓരോന്നിന്റെ എത്ര തവണ ഒക്കർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത ടേബിളിൽ എഴുതിയിട്ടുള്ളത്. കണ്ടോ? I2 I1 I2 രണ്ട് പ്രാവശ്യം I1 ഒഴിവാക്കി. ഇനി അതേപോലെ തന്നെയാണ് I3ന്റെ കേസും. I3യോ I2 I1 I2 രണ്ട് പ്രാവശ്യം I1 2. അപ്പൊ ഞാൻ ഇവിടെ ഏതൊക്കെ എടുക്കും? I2 4 I1 twice അങ്ങനെയല്ലേ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ തന്നിരിക്കുന്ന വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഫ്രീക്വന്റ് ഐറ്റംസ് ജനറേറ്റ് ചെയ്യും. ക്ലിയർ ആണോ പറയുന്നത്? ഞാൻ തന്നെ ചെയ്ത് കാണിക്കണോ ഒന്നും കൂടെ? I3ന്റെ കേസ് I3 6 ടൈംസ് ഒക്കർ ചെയ്യുന്നുണ്ട് അല്ലെ? I3 എങ്ങനെയൊക്കെ I3 ഒക്കർ ചെയ്യുന്നത്? I3 ഇതാ I2 വരാം, I2 ഇല്ലെങ്കിൽ I1 വരുന്നുണ്ട്, then I2 വരുന്നുണ്ട്, then I1 വരുന്നുണ്ട്, I1 വരുന്നുണ്ട്. അപ്പൊ I1 എത്ര തവണ? 1 2 3 4 ടൈംസ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. I1 is equal to I1 2 times 4 times. I2 അതുപോലെ തന്നെ 2 plus 3. ഓക്കെ, അപ്പോ I2 4 times, I1 twice, I1 twice. So this is the condition. This is the frequent item set that we are generating. Clear? So I1 I2 4 times, I2 4 times. So from this you will get the frequent item set. Okay.
അപ്പോൾ അത്രയേ ഉള്ളത്. ഇനി ഇതിന്റെ സപ്പോർട്ട് കൗണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എഫ് പി ഗ്രോത്ത് മനസ്സിലായോ? എങ്ങനെയാണ് ട്രീ വരക്കുക, എങ്ങനെയാണ് സ്ട്രോങ് അസോസിയേഷൻ കണ്ടുപിടിക്കാന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, anyway, I'll stop here. We'll continue next class. Okay. ഡൗട്ട് ഉണ്ടോ?